പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തു നാമത്തിന്റെ സ്നേഹവന്ദനം. എല്ലാവരും ദൈവകൃപയാൽ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള വേദഭാഗങ്ങൾ ധ്യാനിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 5 മുതൽ 15 വരെ. എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഇതിൽ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ പ്രാർത്ഥിക്കണം, എപ്രകാരം പ്രാർത്ഥിക്കണം, എങ്ങനെയുള്ള പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മളുടെ മനസ്സും നമ്മളുടെ ശരീരവും നമ്മുടെ ഹൃദയവും നമ്മൾ മുറ്റുമായും എങ്ങനെയായിരിക്കണം എന്നൊക്കെയും പറയുന്നു. പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ജൽപ്പനം ചെയ്യരുത്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ മുറിയിൽ കയറി, അറയിൽ കയറി, വാതിലടച്ച് രഹസ്യത്തിലുള്ള പിതാവിനോട് യാചിക്കണം എന്നൊക്കെയും ഇതിൽ മെൻഷൻ ചെയ്യുന്നു. അതിനുപരിയായിട്ട് ഏറ്റവും നമ്മളെ സ്പർശിക്കുകയും ഏറ്റവും നമ്മൾ ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു ഭാഗമാണ് അതിൻ്റെ 9 മുതലുള്ള ഭാഗം. അതായത് യേശുക്രിസ്തു നമ്മളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിലുള്ള അപ്പച്ചനോട് എങ്ങനെ അപേക്ഷിക്കണം, നമ്മുടെ കടക്കാരോട് ക്ഷമിച്ചെങ്കിൽ മാത്രമേ സ്വർഗത്തിലുള്ള പിതാവ് നമ്മുടെ കടങ്ങളിൽ നമ്മളോട് ക്ഷമിക്കുകയുള്ളൂ എന്നൊക്കെയും ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണ്. ഏറ്റവും നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയുമെങ്കിൽ അത് മനഃപ്പാഠമാക്കിയാൽ ഏറ്റവും അനുഗ്രഹമായിരിക്കും. അപ്പോൾ ഇതിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു മാർഗമാണ്, അല്ലെങ്കിൽ മനുഷ്യന് ദൈവത്തോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. അതായത് ഏത് ഭാഷയിലും, ഏത് അവസ്ഥയിലും, ഏത് സ്ഥലത്ത് വെച്ചും നമുക്ക് കർത്താവിനോട് അല്ലെങ്കിൽ നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചനോട് പ്രാർത്ഥിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പല അവസ്ഥയിൽ നമ്മൾ രോഗക്കിടക്കയിൽ കിടന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആ നിമിഷത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പല അവസ്ഥകളിലും നമ്മുടെ ഉള്ളിലുള്ളത് നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചൻ കാണുന്നുണ്ട്. അപ്പോൾ ആ ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തിനോടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും അത് നമ്മുടെ മനസ്സിലും നമ്മുടെ ചിന്തകളിലും ഉണ്ടായിരിക്കണം. സ്വർഗത്തിലെ അപ്പച്ചനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവൻ സർവ്വവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, സർവശക്തനാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മളുടെ മനസ്സും നമ്മളുടെ ഹൃദയവും നമ്മുടെ ശരീരവും നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് വിശ്വാസമാണ്. ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് വിശ്വാസം. അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വർഗത്തിലെ അപ്പച്ചൻ കേൾക്കുന്നുവെന്നും ആ പിതാവ് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ പ്രാർത്ഥനയുടെ അപേക്ഷകളൊക്കെയും നമുക്ക് വേണ്ടി സാധിപ്പിച്ചു തരുവാൻ സർവശക്തനാണെന്നുള്ള ആ ബേസിക് ഒരു വിശ്വാസം, അത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ആ പിതാവിലും ആ പുത്രനിലും ആ പരിശുദ്ധാത്മാവിലുമുള്ള വിശ്വാസം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് വിശ്വാസം എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും അത് പിതാവ് നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പൊ എന്താണ് യാചിക്കണം, എന്ത് യാചിച്ചാലും എനിക്കത് കിട്ടുമോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ്. തുടർന്ന് നമുക്ക് ബൈബിളിന്റെ അല്പ ചിന്തകൾക്കായി ബൈബിളിലെ പല വാക്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ തിരിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ എങ്ങനെയുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചൻ കേൾക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് ഞാനൊരു 5 കീ പോയിന്റ്സ് പറഞ്ഞുതരാം, അല്ലെങ്കിൽ 5 പോയിന്റ്സ് പറഞ്ഞുതരാം. എങ്ങനെയുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ സ്വർഗത്തിലെ പിതാവ് കേൾക്കുന്നത്? ഒന്നാമതായിട്ട് ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കണം നമ്മൾ. അതിന് ആധാരമായിട്ട് നമുക്ക് എബ്രായർക്ക് എഴുതിയ പുസ്തകം 11-ാം അധ്യായം 6-ാം വാക്യം വായിക്കാം. എബ്രായർക്ക് എഴുതിയ പുസ്തകം 11-ാം അധ്യായം 6-ാം വാക്യം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ദൈവത്തിലുള്ള വിശ്വാസം വേണം. ആ വിശ്വാസം ഉള്ളവർക്ക് മാത്രമേ
പ്രാർത്ഥിക്കുമ്പോൾ ആ അപേക്ഷയുടെ യാചനകളുടെ മറുപടി ലഭിക്കത്തുള്ളൂ. ആദ്യമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞ് ഒരപ്പനോടൊരു കാര്യം ചെയ്തു തരാൻ പറയുമ്പോൾ ആ കുഞ്ഞിന് ആ അപ്പനിലൊരു വിശ്വാസമുണ്ട്. ഞാൻ എൻ്റെ ആവശ്യം ആ അപ്പനോട് പറയുമ്പോൾ ആ അപ്പൻ അത് സാധിപ്പിച്ച് തരുമെന്ന് ആ കുഞ്ഞിന് ആ അപ്പനിലൊരു വിശ്വാസമുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും അതുപോലെ തന്നെ സ്വർഗത്തിലെ അപ്പച്ചൻ നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിച്ച് തരും, അല്ലെങ്കിൽ എൻ്റെ ആണത്, എൻ്റെ അപ്പച്ചനാണെന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് എബ്രായർക്ക് എഴുതിയ പുസ്തകം 11-ാം അധ്യായം 6-ാം വാക്യം പറയുന്നത്. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്ന് ആദ്യമായിട്ട് വിശ്വസിക്കണം എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അതാണ് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത്. അതായത് ദൈവത്തിൽ നമ്മൾ പരിപൂർണമായും വിശ്വസിച്ചിരിക്കണം. രണ്ടാമതായിട്ട് എന്താണ് വേണ്ടത്? അത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 13-ഉം 14-ഉം വാക്യങ്ങൾ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 13-ഉം 14-ഉം വാക്യങ്ങൾ. അതിൽ പറഞ്ഞിരിക്കുന്നത്, പിതാവിന്റെ നാമം പുത്രനിൽ മഹത്വപ്പെടണം. അതായത് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പിതാവിനോട് അപേക്ഷിക്കുന്നത് പുത്രനിലൂടെ മാത്രമേ നമുക്ക് അപേക്ഷിക്കാനുള്ള അവകാശമുള്ളൂ. മധ്യസ്ഥൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ യേശുക്രിസ്തുവാണ്. പിതാവായ ദൈവം, സ്വർഗത്തിലെ അപ്പച്ചൻ, സ്വന്തം പുത്രനായ യേശുക്രിസ്തുവിനെ മനുഷ്യനായി ഭൂമിയിലേക്ക് അയച്ചു. നമുക്ക് മുൻപായിട്ട് ജീവിതം നമുക്ക് വേണ്ടി കാണിച്ചു തന്നു. നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിന് വേണ്ടി കുരിശിൽ യാഗമായി തീർന്നു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി. ആ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രമേ നമുക്ക് പിതാവായ ദൈവത്തിനോട് അപേക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പിതാവിന്റെ നാമം പുത്രനിലൂടെ മഹത്വപ്പെടേണ്ടതിന് നമ്മുടെ കാര്യം അപ്പച്ചൻ അത് സാധിപ്പിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടി ഞാൻ പറയാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 13-ഉം 14-ഉം വാക്യങ്ങൾ. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന്, അതായത് നമ്മൾ സ്വർഗത്തിലെ അപ്പച്ചനോട് അപേക്ഷിക്കുമ്പോൾ പിതാവ് പുത്രനിലാണ് മഹത്വപ്പെടേണ്ടത്, യേശുക്രിസ്തുവിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. പിതാവ് അത് തീർച്ചയായിട്ടും ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. അതുകൊണ്ട് നമ്മൾ യേശുക്രിസ്തുവിലൂടെ നമ്മൾ പിതാവിനോട് അപേക്ഷിക്കുമ്പോൾ, ആ അപ്പച്ചനോട് അപേക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് അത് നമുക്ക് സാധിപ്പിച്ചു തരും. മധ്യസ്ഥൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. 1 തിമോത്തിയോസ് നമുക്ക് വായിക്കാം. 1 തിമോത്തിയോസ് 2-ാം അധ്യായം അതിന്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ. 1 തിമോത്തിയോസ് 2-ാം അധ്യായം അതിന്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ മാത്രം, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു തന്നെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ദൈവം തന്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ മനുഷ്യരൂപത്തിലാണ് ഭൂമിയിലേക്ക് അയച്ചത്. മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നു. അങ്ങനെ നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടിയിട്ട് പിതാവിന്റെ ഇഷ്ടപ്രകാരം കുരിശിൽ യാഗമായി തീർന്നു. ആ പുത്രനിലൂടെ മാത്രമേ നമുക്ക് പിതാവിനോട് അപേക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതായത് ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. പിതാവിന്റെ നാമം പുത്രനിലൂടെ മഹത്വപ്പെടേണ്ടതിന് വേണ്ടി നമുക്ക് അയച്ചു തന്നിരിക്കുന്ന ഒരു പുത്രനാണ് യേശു ക്രിസ്തു, മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്ന യേശു ക്രിസ്തു. അതുകൊണ്ട് ആ ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ വിശ്വാസത്തോടെ എന്തപേക്ഷിച്ചാലും പിതാവ് നമുക്ക് വേണ്ടി ചെയ്തു തരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പൊ രണ്ടാമത്തെ പോയിന്റ്, പിതാവിനോട് പുത്രനിലൂടെ അപേക്ഷിക്കണം. പിതാവിന്റെ നാമം പുത്രനിലൂടെ മഹത്വപ്പെടേണ്ടതിന് പിതാവ് അത് നമുക്ക് വേണ്ടി ചെയ്തു തരും. 1, വിശ്വാസമുണ്ടായിരിക്കണം. 2, പിതാവിന്റെ നാമം പുത്രനിലൂടെ മഹത്വപ്പെടണം. നമുക്ക് മധ്യസ്ഥൻ ഒരുവൻ മാത്രം, അത് മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന യേശു ക്രിസ്തു മാത്രം. പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് 3-ാമത്തെ പോയിന്റ് നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 66-ാം അധ്യായം അതിന്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ. സങ്കീർത്തനങ്ങൾ 66-ാം അധ്യായം അതിന്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ.
ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെ ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പം മൂന്നാമതായിട്ട് നമുക്കുണ്ടായിരിക്കേണ്ടത്, നമ്മൾ ഹൃദയത്തിൽ അകൃത്യം ചിന്തിക്കരുത്. പ്രാർത്ഥിക്കുന്നതിന് ആദ്യം വിശ്വാസമുണ്ടായിരിക്കണം. 2, പിതാവിൻ്റെ നാമം പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് പുത്രനിലൂടെ നമ്മൾ പിതാവിനോട് അപേക്ഷിക്കണം. മൂന്നാമതായിട്ട് നമ്മൾ ഹൃദയത്തിൽ അകൃത്യം ചിന്തിക്കരുത്. ഹൃദയത്തിൽ അകൃത്യം വെച്ചുകൊണ്ട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന സ്വർഗത്തിലെ അപ്പച്ചൻ കേൾക്കത്തില്ല. അത് വചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ, ദാവീദ് പറയുകയാണ്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ഹൃദയത്തിൽ അകൃത്യം ചിന്തിക്കുവാൻ പാടില്ല. നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ഒരിക്കലും അകൃത്യം വരുവാൻ പാടില്ല. അകൃത്യം എന്ന് പറഞ്ഞാൽ പാപം ചിന്തിക്കുവാനോ പാപം വരുവാനോ പാടില്ല. ഒരിക്കലും അങ്ങനെ വരുവാൻ പാടില്ല. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥന ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുത്തു കളയാതെ ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതുകൊണ്ട് ഒന്നാമതായിട്ട് നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് യേശു ക്രിസ്തുവിലൂടെ നമ്മൾ യഹോവയോട് യാചിക്കണം. മൂന്നാമതായിട്ട് അകൃത്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. നാലാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് 1 യോഹന്നാൻ 5:14-15 വാക്യങ്ങൾ. 1 യോഹന്നാൻ 5-ാം അധ്യായം 1 യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളതിന് നമുക്ക് അവനിലുള്ള ധൈര്യമാകുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം യാചിക്കണം. നമ്മുടെ ഇഷ്ടമല്ല നമ്മുടെ ജീവിതത്തിൽ സാധിക്കേണ്ടത്. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായി കഴിഞ്ഞു, അവൻ പഴയത് കഴിഞ്ഞുപോയി, ഇനി ജീവിക്കുന്നത് ക്രിസ്തു അത്രേ അവനിൽ ജീവിക്കുന്നത്. അപ്പൊ ക്രിസ്തു ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന്, അതായത് ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് ഇനി ചെയ്യാനുള്ളത്, ഇനി ജീവിക്കുന്നത് അവൻ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ് ജീവിക്കുന്നത്, അല്ലാതെ അവന്റെ സ്വയം ഇഷ്ടപ്രകാരമല്ല. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് യാചിക്കുന്ന കാര്യം നമ്മുടെ പിതാവായ ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കണം. എങ്കിൽ മാത്രമേ പിതാവ് പുത്രനെ മഹത്വപ്പെടുവാൻ വേണ്ടിയിട്ട് നമുക്കത് ചെയ്തു തരത്തുള്ളൂ. അത് വചനമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അവന്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും യാചിച്ചാൽ, എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനിലുള്ള ധൈര്യമാകുന്നു. നാം എന്ത് യാചിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചും എന്നും അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. അതായത് അപ്പച്ചന്റെ ഇഷ്ടപ്രകാരം, സ്വർഗത്തിലെ അപ്പച്ചന്റെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ അപേക്ഷിക്കുന്നതെങ്കിൽ അത് അപ്പച്ചൻ നമുക്ക് വേണ്ടി ചെയ്തു തരും. അപ്പൊ ആ കർത്താവിന്റെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ യാചിച്ചതെങ്കിൽ ആ യാചന നമുക്ക് ലഭിച്ചു എന്ന് നമ്മൾ പരിപൂർണമായി നമ്മൾ വിശ്വസിച്ചിരിക്കണം. അത് നമ്മുടെ 4-ാമത്തെ പോയിന്റാണ്. 1 യോഹന്നാൻ 5:14-15 പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നാം യാചിക്കണം. ഇനി 5-ാമത്തെ പോയിന്റ്, കൊലോസ്യർക്ക് എഴുതിയ പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യം വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ പുസ്തകം അതിൻ്റെ 4-ാം അധ്യായം 2-ാം വാക്യം. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. നമ്മൾ എപ്പോഴും ഉറ്റിരിക്കണം പ്രാർത്ഥനയിലും സ്തോത്രത്തിലും നമ്മൾ ജാഗരിക്കണം. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തിൽ ജാഗരിപ്പിൻ. അതാണ് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ വേണ്ടത്. എപ്പോഴും പ്രാർത്ഥനയിൽ ജാഗരിക്കണം, എപ്പോഴും സ്തോത്രത്തിൽ ഉറ്റിരിക്കണം. പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന് സ്തോത്രത്തിൽ ജാഗരിച്ചും ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ആ ദൈവ പൈതലിന്റെ ജീവിതം അനുഗ്രഹപ്രദമായിരിക്കണം. ഈ 5 പോയിന്റുകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. 1, എന്താണ്? നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിപൂർണമായി നമ്മളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. രണ്ടാമതായിട്ട്, പിതാവിന്റെ നാമം പുത്രനിലൂടെ മഹത്വപ്പെടുവാൻ മധ്യസ്ഥനായ ഒരുവൻ മാത്രമേ ഉള്ളൂ. ആ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ പിതാവിനോട് അപേക്ഷിക്കണം. മൂന്നാമതായിട്ട് വേണ്ടത്, ഹൃദയത്തിൽ അകൃത്യം ചിന്തിക്കുവാൻ പാടില്ല. ഹൃദയത്തിൽ ഒരു അകൃത്യവും ചിന്തിക്കരുത്. ഹൃദയത്തിൽ അകൃത്യം ചിന്തിച്ചുകൊണ്ട് നീ ദൈവത്തോട് യാചിച്ചാൽ നിന്റെ ദൈവം പ്രാർത്ഥന കേൾക്കുകയില്ല. നാലാമതായിട്ട്, ദൈവ
ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഞാൻ അപ്പച്ചനോട് യാചിക്കുന്ന ആ കാര്യം അപ്പച്ചന് ഇഷ്ടമുള്ള കാര്യമാണോ, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണോ ഞാൻ യാചിക്കുന്നത് എന്ന് നമ്മളത് ചിന്തിക്കണം. കർത്താപ്പച്ചന് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ കർത്താപ്പച്ചന് അത് നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കല്ലേ, അല്ലെങ്കിൽ അത് എൻ്റെ ജീവിതത്തിൽ അത് വേണ്ട എന്ന് പറഞ്ഞ് അത് ഉപേക്ഷിക്കുവാനുള്ള ഒരു ആത്മധൈര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതാണ് 4ാമത്തെ പോയിന്റ്. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ ദൈവത്തോട് യാചന കഴിക്കണം. 5ാമത്തെ പോയിന്റ്, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം, സ്തോത്രത്തിൽ ജാഗരിക്കണം. തീർച്ചയായിട്ടും ഈ 5 പോയിന്റുകൾ അല്ലെങ്കിൽ ഈ 5 ചിന്തകൾ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും കീപ്പ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുവാണെങ്കിൽ, നമ്മൾ പ്രാർത്ഥിക്കുന്ന അപേക്ഷകളും യാചനകളും എല്ലാം സകലതും സ്വർഗത്തിലെ അപ്പച്ചൻ കേൾക്കും. വിശ്വാസത്തോടെ യഹോവയിൽ പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഫിലിപ്പിയർക്ക് എഴുതിയ പുസ്തകം 4ാം അധ്യായം അതിന്റെ 6, 7 വാക്യങ്ങളിൽ പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ സൂക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് പറഞ്ഞാൽ മതി. എന്താണ് നിങ്ങളെ വ്യാകുലപ്പെടുത്തുന്നത്, എന്താണ് നിങ്ങളുടെ പ്രതിസന്ധി, എന്തിലാണ് നിങ്ങൾ ഭാരപ്പെടുന്നത്, എവിടെയാണ് നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്നത്, എല്ലാ വിഷയങ്ങളെയും സ്വർഗത്തിലെ അപ്പച്ചന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. എങ്കിൽ കർത്താവ് അത് ചെയ്തു തരും. പക്ഷെ നിങ്ങൾക്ക് വിശ്വാസം വേണം. പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുക, കർത്താപ്പച്ചൻ അത് ചെയ്തു തരും. യേശുക്രിസ്തു നമുക്ക് വേണ്ടി ജീവിച്ച്, നമുക്ക് വേണ്ടി മരിച്ച്, ഈ സ്വർഗത്തിലേക്ക് കരയേറി നമുക്ക് വേണ്ടി ഇപ്പോഴും ജീവിക്കുന്ന അപ്പച്ചനാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമ്മൾ പരിപൂർണമായും വിശ്വസിക്കുക. ഈ പോയിന്റുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് സ്തോത്രത്തോടെ എപ്പോഴും പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന് സ്തോത്രത്തിൽ ജാഗരിച്ച് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ സകലതും അപ്പച്ചന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അതിനാൽ അല്പസമയം ഈ പ്രാർത്ഥന വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചതോടൊപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഈ എൻ്റെ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പ്രാർത്ഥിക്കുക. അവിടങ്ങളിൽ ഇരുന്ന് പല ആവശ്യങ്ങളുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ, എല്ലാവരെയും സമൃദ്ധിയായി ദൈവം അനുഗ്രഹിക്കട്ടെ. അല്പസമയം ഒരു 2-3 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കഴിയുന്നവരൊക്കെയും കൂടെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് അത് അപ്പച്ചനോട് സ്തോത്രത്തോടെ അപേക്ഷയായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. കർത്താവിൽ വിശ്വാസം വേണം. പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുക. അതോടൊപ്പം തന്നെ അകൃത്യം ഹൃദയത്തിൽ ചിന്തിക്കരുത്. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള യാചന ചെയ്യുക. അതോടൊപ്പം തന്നെ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക, സ്തോത്രത്തിൽ ജാഗരിക്കുക. ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ഞങ്ങളുടെ പിതാവേ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഹല്ലേലൂയ ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അടിയൻ സമർപ്പിക്കുന്നു. അടിയൻ്റെ പാപങ്ങളെയും കുറവുകളെയും ഒക്കെയും കർത്താവെ നീ അടിയനോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, പല ആവശ്യഭാരങ്ങളാൽ പ്രയാസപ്പെടുന്നു പല വ്യക്തി ജീവിതങ്ങളുണ്ടല്ലോ, അവരെ എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുപ്പിച്ച നിന്റെ അടിപ്പിണരാൽ സൗഖ്യമുണ്ടല്ലോ. കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. യഹോവേ, നീ അവർക്ക് പരിപൂർണ്ണ സൗഖ്യം നൽകുന്നതിനായി സ്തോത്രം. അതോടൊപ്പം തന്നെ കർത്താവേ യേശുവേ, തലമുറകൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനകളും വിഷമങ്ങളും സകലതും കർത്താവെ നീ അറിയുന്നുണ്ടല്ലോ. അവരുടെ ആവശ്യങ്ങളൊക്കെ യഹോവേ നീ നിറവേറ്റി നൽകുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നപ്പാ. അതുപോലെ കടബാധിതകളായി ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളൊക്കെ യഹോവേ നീ നിറവേറ്റി കൊടുക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവേ. അതുപോലെ കർത്താവെ, പലവിധമായ പ്രയാസങ്ങളിലും കഷ്ടതകളിലൂടെയും കടന്നു പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. കർത്താവെ യേശുപ്പച്ച, എല്ലാവരെയും എൻ്റെ യഹോവ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവെ, ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന പല ജീവിതങ്ങളെ ഉണ്ടല്ലോ, അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അവർക്ക് കർത്താവെ യേശുപ്പച്ച ഹല്ലേലൂയ ജഡ്ജിയായി എൻ്റെ യഹോവ ഇറങ്ങി വരുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. എല്ലാവരെയും എൻ്റെ യഹോവ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അടിയങ്ങളുടെ കുറവുകളെയും ഭാരങ്ങളെയും ഒക്കെ അടിയങ്ങളോട് കർത്താവെ യേശുപ്പിച്ച എൻ്റെ യഹോവ അത് ക്ഷമിച്ച് മാറ്റിത്തരുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയിൽ വന്നിട്ടുള്ള എല്ലാ കുറവുകളെയും ക്ഷമിക്കണമേ. എല്ലാ സകല കാര്യങ്ങളും കർത്താവെ, സകലതും കർത്താവെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പരിപൂർണമായി സമർപ്പിക്കുന്നു പിതാവെ. സകല യേശുക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.